ഫ്രണ്ട്സ്, ലോകത്തെ ഏതൊരു പുതിയ സംഗതി ഉണ്ടാവുമ്പോഴും അതിന് പിന്നിൽ ചില നീഡ്സ് ഉണ്ടാവും. ഇനി വണ്ടികളുടെ കാര്യം എടുത്താൽ തന്നെ ഓരോ വണ്ടിയും ഡിസൈൻ ചെയ്യുന്നതും കസ്റ്റമേഴ്സിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യിക്കാനാണ്. ജനങ്ങളുടെ നീഡ്സ് തിരിച്ചറിഞ്ഞ് വണ്ടി ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഹീറോ കമ്പനി എന്നും ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ഫോക്കസോട് കൂടിയാണ് ഹീറോ ഓരോ വണ്ടിയും മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഗേൾസിനെ ഫോക്കസ് ചെയ്ത് ഹീറോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ദി ന്യൂ പ്ലഷർ ആണ് നമ്മൾ ഇന്ന് ഹോട്ട് വീൽസിൽ ടെസ്റ്റ് റൈഡ് ചെയ്യുന്നത്. സോ വെൽക്കം ടു ഹോട്ട് വീൽസ്. Why should boys have all the fun? എന്നാണ് പ്ലഷറിന്റെ ടാഗ് ലൈൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ വണ്ടി ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് വ്യക്തമാണ്. ഡിസൈൻ വൈസ് ആയാലും ഈവൻ ടെക്നിക്കൽ വൈസ് ആയാലും 100% ഒരു ലേഡീസ് ഓറിയന്റഡ് വെഹിക്കിൾ ആണ് ദി ന്യൂ പ്ലഷർ. ഇനി പഴയ പ്ലഷറിൽ നിന്ന് പുതിയ പ്ലഷറിലേക്ക് വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. പഴയ പ്ലഷറിൽ നിന്ന് പുതിയ പ്ലഷറിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ലേഡീസ് ഫ്രണ്ട്ലി ആയിട്ടുണ്ട് ഈ വണ്ടി. പിന്നെ ഫ്രണ്ട് പ്രൊഫൈലിൽ നോക്കുകയാണെങ്കിൽ മൾട്ടി റിഫ്ലക്ടർ ഹെഡ് ലാംപ്സ് ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ യു ഓൾസോ ഫൈൻഡ് ഹീറോയുടെ ഗ്രാഫിക് വർക്ക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഗ്രാഫിക് വർക്ക്സും ഫ്രണ്ട് പ്രൊഫൈലിൽ കാണാം. ഫോർ എക്സാമ്പിൾ ഇവിടെ പ്ലഷറിന്റെ ഈ ഗ്രാഫിക് വർക്ക്സ് ഒക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. പിന്നെ ഒരു ഫീമെയിൽ ടച്ച് ചേരുന്നുള്ള വർക്ക്സും കൂടി കാണാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിൽ നല്ലൊരു ലേഡീസ് ഐ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നല്ലൊരു അട്രാക്റ്റീവ് ഫീൽ നമുക്ക് കിട്ടും. പിന്നെ ഫ്രണ്ട് പ്രൊഫൈലിൽ കാണാം ആ സെയിം ഫെമിനിൻ ടച്ചിന്റെ കൂടെ തന്നെ ഒരു കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഒരു സ്പോർട്ടി ലുക്ക് കിട്ടുന്ന തരത്തിലുള്ള ഫീലിംഗിൽ ഡ്യൂൽ കളർ ടോൺസും കൂടി നമുക്ക് അവൈലബിൾ ആണ്. ലൈക്ക് ഇവിടെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നമുക്ക് കാണാം. സിമിലർലി സിംഗിൾ ടോൺ കളേഴ്സും കൂടി അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് ബ്ലാക്ക്, റെഡ് ആൻഡ് വൈറ്റ് നമുക്ക് അവൈലബിൾ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് പ്രൊഫൈൽ ഡെഫിനറ്റ്ലി നല്ല ഒതുങ്ങിയ എന്നാലും നല്ലൊരു ക്യൂട്ട് ലുക്കാണ് പ്ലഷറിന്റെ ഫ്രണ്ട് പ്രൊഫൈലിനുള്ളത്. സോ വളരെ അട്രാക്റ്റീവ് ആൻഡ് ഐ കാച്ചിങ് ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോൾ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഇപ്പോൾ സൈഡ് സ്റ്റാൻഡിന്റെ ഇൻഡിക്കേറ്റേഴ്സും കൂടി ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ ഡിസൈനിങ്, ഇതിന്റെ ഇലുമിനേഷനും കാര്യങ്ങളൊക്കെ ഈവൻ ഡേ ടൈം ആയാലും നൈറ്റ് ടൈം ആയാലും നമുക്ക് ഇതിലെ വിസിബിലിറ്റി വളരെ ക്ലിയർ ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റോറേജ് സ്പേസസിലോട്ട് പോയാൽ നമുക്ക് കാണാം ഫ്രണ്ടിൽ ഒരു ഗ്ലൗ ബോക്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ആൻഡ് കീ ഓപ്പണബിൾ ആണ്. അകത്ത് നമുക്കൊരു മൊബൈൽ ചാർജിംഗ് യൂണിറ്റും കൂടി അവൈലബിൾ ആവുന്നുണ്ട്. ദെൻ വെൻ യു മൂവ് ഓൺ ടു ദി സ്റ്റോറേജ് സ്പേസസ്, ഇപ്പോൾ അണ്ടർ സീറ്റ് സ്റ്റോറേജിന്റെ കാര്യമാണെങ്കിൽ അതിന്റെ ആക്സസ് പോയിന്റ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് വെൻ യു യൂഷ്വലി നമ്മുടെ ഗിയർലെസ് സ്കൂട്ടേഴ്സിലൊക്കെ സൈഡിലാണ് അതിന്റെ പോയിന്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് കുറച്ചുകൂടി ഒരു എളുപ്പമായിട്ടുള്ള ഒരു പൊസിഷനിങ് ആണ്. പിന്നെ വെൻ യു സീ ദി സ്റ്റോറേജ് സ്പേസ് ആക്ച്വലി നമുക്ക് കാണാം ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് പ്ലേസ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ചെറിയ കാര്യങ്ങളൊക്കെ ത്രോ ചെയ്ത് വെക്കാനുള്ള സ്പേസും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു ഗ്ലൗ ബോക്സിലെ ലൈറ്റും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ വെൻ യു സീ നമ്മുടെ ഇപ്പോൾ ഫ്യൂൽ ടാങ്കിന്റെ ഓപ്പണിംഗ് എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അണ്ടർ സീറ്റ് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഒരു വണ്ടി അനുസരിച്ച് ഒരു ചെറിയ സ്പേസ് നമുക്ക് അവൈലബിൾ ഉണ്ട്. പ്ലഷറിൽ വന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ടെക്നിക്കൽ ആസ്പെക്ട് ഇതിന്റെ ബ്രേക്കിംഗ് സിസ്റ്റമാണ്. ഇന്റഗ്രേറ്റഡ് ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് മീൻസ് ദാറ്റ് യു ക്യാൻ യൂസ് യുവർ ലെഫ്റ്റ് ലീവർ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ സൈമിൾട്ടേനിയസ്ലി ഫ്രണ്ട് ബ്രേക്സ് ആൻഡ് റിയർ ബ്രേക്സ് ഒരുമിച്ചാണ് അപ്ലൈ ആവുന്നത്. സോ യൂഷ്വലി എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എന്നാൽ നമുക്ക് നോർമൽ ആയിട്ട് ഇഫ് യു വോണ്ട് ടു യൂസ് ദ ബ്രേക്സ് നമുക്ക് യു ക്യാൻ ഓൾവേസ് യൂസ് യുവർ റൈറ്റ് ലീവർ. അത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫ്രണ്ട് ബ്രേക്സ് ആണ് അപ്ലൈ ആവുന്നത്. പിന്നെ സൈഡിൽ ഇപ്പോൾ ബോഡി നമ്മൾ നോക്കി കഴിഞ്ഞാൽ നല്ല ഗ്രാഫിക് വർക്ക്സ് ഈവൻ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലഷർ എന്ന ഗ്രാഫിക്സും അതുപോലെ തന്നെ ഈ ലൈൻസ് ഒക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഈവൻ സൈഡിൽ നല്ലൊരു ഡ്യൂവൽ കളർ കോമ്പിനേഷൻ, ഫോർ എക്സാമ്പിൾ ബ്ലാക്ക് ആൻഡ് റെഡിന്റെ നമുക്ക് കാണാം. പിന്നെ നല്ല ക്ലിയർ കട്ട് ഒരു വി ഷേപ്പ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ടുവേർഡ്സ് സൈഡ് ഡെഫിനറ്റ്ലി ഓൺ ദ റോഡ്സ് നമുക്ക് നല്ലൊരു അറ്റൻഷൻ കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ പില്ലിയൻ റൈഡറിന് വേണ്ടി ഫുഡ് റെസ്റ്റ്, ദാറ്റ് ഇസ് ഫോൾഡബിൾ ഫുഡ് റെസ്റ്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈവൻ ഇപ്പൊ നമ്മുടെ സൈലൻസറുടെ മുകളിൽ ഒരു സിൽവർ ഫിനിഷിംഗ് ഉള്ള ഗാർഡാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ സൈഡ് പ്രൊഫൈൽ നല്ല അറ്റൻഷൻ സീക്കിംഗ് സൈഡ് പ്രൊഫൈലാണ് കൊടുത്തിരിക്കുന്നത്. പ്ലഷറിന്റെ റിയർ പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ പില്ലിയൻ റൈഡറിന് വേണ്ടി ഗ്രാബ് ബാർസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പില്ലിയൻ റൈഡർ നല്ലൊരു ഗ്രിപ്പ് ഹോൾഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ടെയിൽ ലാംപ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഇന്റഗ്രേറ്റഡ് ടെയിൽ ലാമ്പ് പാനൽ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ടെയിൽ ലാംപ്സും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ചേർന്നുള്ള ഒരു ഡിസൈനിങ് ആണ്. അറ്റ് ദ സെയിം ടൈം ഈവൻ ടുവേർഡ്സ് ദ സൈഡ് കുറച്ചൊരു മെറ്റൽ ഡിസൈനിങ്ങും ചേർന്നുള്ള ഒരു ഇലോങ്ങേറ്റഡ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിയർ പ്രൊഫൈൽ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ആക്ച്വലി മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ പ്ലഷറിന്റെ ഡിസൈനിങ് എന്ന് പറയുന്നത് ശരിക്കും ബ്യൂട്ടി വിത്ത് സിംപ്ലിസിറ്റി എന്ന് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യും വെൻ യു ലുക്ക് അറ്റ് ദ ഓവറോൾ ഡിസൈനിങ് ഓഫ് ദ പ്ലഷർ. പ്ലഷറിന്റെ ബോഡി സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എൻ ഓവറോൾ ലെങ്ത് ഓഫ് അറൌണ്ട് 1750 mm. പിന്നെ ഇഫ് യു ടോക്ക് അബൌട്ട് ദ വീൽ ബേസ് ഇറ്റ്സ് അറൌണ്ട് 1240 mm. അതുപോലെ തന്നെ നല്ല ലൈറ്റ് വെയിറ്റ് വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ദ കർബ് വെയിറ്റ് ഇസ് അറൌണ്ട് 103 kgs. പിന്നെ ഒരു മിനിമം ഗ്രൗണ്ട് ക്ലിയറൻസ് ഓഫ് അറൌണ്ട് 125 mm ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിറ്റി റൈഡ്സ് ഒക്കെ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. പിന്നെ 5 liters ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയും കൂടി ഈ വണ്ടിയിൽ ലഭിക്കുന്നുണ്ട്. പ്ലഷറിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു എയർ കൂൾഡ് 4-stroke സിംഗിൾ സിലിണ്ടർ OHC എഞ്ചിനാണ്. പിന്നെ ഇതിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഇസ് അറൌണ്ട് 102 cc ആൻഡ് ഇഫ് യു ടോക്ക് അബൌട്ട് ദ മാക്സിമം പവർ അത് ഇറ്റ്സ് അറൌണ്ട് 5.3 kilowatts at 7000 rpm. At the same time, if you talk about the torque, it's around 7.85 Nm at 5000 rpm. 9 കളേഴ്സിലാണ് പ്ലഷർ അവൈലബിൾ ആവുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 സിംഗിൾ ടോണും പിന്നെ 6 ഡ്യുവൽ ടോൺ കോമ്പിനേഷൻസിൽ നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട്. പിന്നെ വെൻ യു ടോക്ക് അബൌട്ട് ദ മൈലേജ്, ഈ വണ്ടിക്ക് കിട്ടുന്ന മൈലേജ് ഇപ്പോൾ അക്കോർഡിംഗ് ടു സർട്ടിഫിക്കേഷൻ ഇറ്റ്സ് അറൌണ്ട് 60 km/liter. പിന്നെ ലോയ് വീൽസ് നമുക്ക് ഓപ്ഷണൽ ആയിട്ട് ഇതിൽ അവൈലബിൾ ആവുന്നുണ്ട്. അപ്പോൾ ലോയ് വീൽ ഉള്ള ഓപ്ഷൻ ഉള്ള വണ്ടിയാണെങ്കിൽ യു വിൽ ഗെറ്റ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് അറൌണ്ട് 54,527 rupees ആണ്. ആൻഡ് നോൺ അലോയ് വീൽസ് ഉള്ള വെഹിക്കിൾസ് ആണെങ്കിൽ അതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് അറൌണ്ട് 52,906 rupees ആണ്. ഹീറോ പ്ലഷർ ആ പേരിനെ അർത്ഥവത്താക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു റൈഡ് ഉപഭോക്താവിന് നൽകുവാൻ പര്യാപ്തമായിട്ടുള്ള വിശേഷ ഗുണങ്ങളും രൂപകൽപ്പനയാണ് കമ്പനി വളരെ സമർത്ഥമായിട്ട് ഈ വാഹനത്തിൽ സമന്വയിപ്പിച്ചിരിക്കുന്നത്. വൈ ഷുഡ് ബോയ്സ് ഹാവ് ഓൾ ദ ഫൺ? ഈ ഒരു മുദ്രാവാക്യവുമായിട്ട് വന്ന കമ്പനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വനിതകളെയും എല്ലാവരെയും ഉദ്യോഗസ്ഥകളെയും വീട്ടമ്മമാരെയൊക്കെ കയ്യിലെടുത്തു എന്ന് വേണം പറയാനായിട്ട്. ലേഡീസിന് ഇത് ഓടിക്കുന്നതിന് വളരെ അനുയോജ്യമാണ്. കാരണം ഇതിന്റെ ബോഡി വളരെ കമ്പാക്റ്റ് ആണ്, അവർക്ക് കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതേപോലെ ഈ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വണ്ടി ഓടിക്കുന്ന ഒരാളെന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ റൈഡിങ് കംഫർട്ടിനാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ ലേഡീസ് ഓടിക്കുന്ന വണ്ടി ആകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വണ്ടി സുഗമമായിട്ട്, പ്രത്യേകിച്ചും ഈ സിറ്റി ട്രാഫിക്കിലൂടെയും ഒക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നതിന് വളരെ വളരെ സൗകര്യമായിരിക്കണം. അതിനെടുക്കുന്ന ഒരു കമ്പാക്ട് ബോഡിയും അതേപോലെ ഇതിന്റെ ഓരോ ഫീച്ചറുകൾ എടുത്ത് പറയുകയാണെങ്കിൽ ലേഡീസിനെ ലാക്കാക്കി ചെയ്തിട്ടുള്ള പല ഫീച്ചറുകളുണ്ട്.
പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ്. അത് പ്രത്യേകിച്ച് ഹീറോ മോട്ടോ കോർപ്പിന്റെ എല്ലാ വാഹനങ്ങൾക്കും നമുക്കറിയാവുന്ന കാര്യമാണ്. ഏകദേശം 6 ലക്ഷം വാഹനങ്ങളാണ് ഓരോ മാസവും കമ്പനി നിരത്തിലിറക്കുന്നത്. അതേപോലെ തന്നെയാണ് അതിന് സ്പെയർ പാർട്സുകൾ മാനുഫാക്ചറിങ്ങും അത്രയും ബൾക്കായിട്ടാണ് സ്പെയർ പാർട്സ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന്റെ കോസ്റ്റ്, ഓരോ സ്പെയർ പാർട്ടിന്റെയും കോസ്റ്റ് വളരെ കുറവാണ് കമ്പയർഡ് ടു അതർ പ്രോഡക്ട്സ് എടുക്കുന്ന സമയത്തേക്കും. നമ്മുടെ ഈ ഹീറോ മോട്ടോ കോർപ്പിന്റെ വാഹനങ്ങൾ, പ്രത്യേകിച്ച് പ്ലഷറിന്റെ ഒക്കെ എല്ലാ സ്പെയർ പാർട്സിനൊക്കെ കോസ്റ്റ് വളരെ കുറവാണ്. അത് മാത്രമല്ല ഇതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റിനെ പറ്റി പറയുമ്പോൾ കമ്പനി ഈ പുതിയ വണ്ടികൾക്ക് 6 ഫ്രീ സർവീസുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഏകദേശം 2 വർഷം വരെ അല്ലെങ്കിൽ 20,000 കിലോമീറ്റർ വരെ വണ്ടി മേടിക്കുമ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ ഒരു സർവീസ് ബാക്കപ്പ്, സർവീസ് സെറ്റപ്പ് ഇഷ്ടം പോലെ കേരളത്തിൽ ഉടനീളം ഓരോ, എനിക്ക് പറയുകയാണെങ്കിൽ ഒരു 7-8 കിലോമീറ്റർ വ്യത്യാസത്തിൽ സർവീസ് ഔട്ട്ലെറ്റ്സ് അവൈലബിൾ ആണ്. ഇഷ്ടം പോലെ സർവീസ് സെന്ററുകളുണ്ട്. വണ്ടി എവിടെ നിന്ന് മേടിച്ചു കഴിഞ്ഞാലും അവർക്ക് ഇഷ്ടപ്പെട്ട ഹീറോയുടെ ഏത് ഓതറൈസ് സർവീസ് സെന്ററിൽ പോയിട്ടും സർവീസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ട്. അതുകൂടാതെ ഈ കൃത്യമായിട്ട് സർവീസ് ചെയ്ത് ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഞങ്ങളുടെ ഒരു ഡെലിവറി സെഷൻ ഉണ്ട്. ആ ദിവസങ്ങൾ വണ്ടി എടുക്കുന്നവർക്ക് നമ്മൾ വണ്ടിയുടെ സർവീസിങ്ങിനെ കുറിച്ചും ഇതിന്റെ വാറന്റിനെ കുറിച്ചും ഇതിന്റെ മെയിൻ്റനൻസിനെ കുറിച്ചും ഒക്കെ നമ്മൾ പറയുന്ന ഒരു സെഷൻ ഉണ്ട്. നമ്മൾ പറയുന്ന പ്രകാരം ആ കറക്റ്റായിട്ട് മെയിൻ്റനൻസ് വണ്ടി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ കൃത്യമായിട്ടുള്ള സർവീസുകളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് 5 വർഷം വരെ വാറന്റി ഉണ്ട്. 5 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ വരെ. വണ്ടിക്ക് എന്തെങ്കിലും മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് വരികയാണെങ്കിൽ അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. സ്പെയർ പാർട്സ് ഫ്രീ ആണ്, ലേബർ ഫ്രീ ആണ്. അപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം, ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഈ വാഹനം മേടിച്ചു കഴിഞ്ഞാൽ അവര് കൃത്യമായിട്ട് ആ സർവീസിങ്ങും പിന്നെ ആദ്യത്തെ ഒരു കുറെ കിലോമീറ്ററിൽ ഓടിക്കേണ്ട ചില രീതികൾ, ഒരു 45-50 കിലോമീറ്റർ കൂടുതൽ സ്പീഡിൽ ഓടിക്കാതിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് കണ്ടമാനം ഡിസ്റ്റൻസ് തുടക്കത്തിൽ. അപ്പൊ ആദ്യം അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം ഞങ്ങളിവിടെ എല്ലാ ദിവസമുള്ള ഡെലിവറി സെഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ രീതിയിൽ വാഹനം ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇത് വർഷങ്ങളോളം വളരെ നല്ല ഒരു സവാരി അവർക്ക് ഉറപ്പ് നൽകുന്നതിനുള്ള കാര്യത്തിൽ, അതും വളരെ മെയിൻ്റെനൻസ് വളരെ കുറവുള്ള രീതിയിൽ അവർക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.